കർണാടകയിൽ 3 പേരെ ഫോറസ്റ്റുകാർ വെടിവെച്ച് കൊന്നു. വന്യജീവി സംരക്ഷണ മേഖലയിൽ പ്രവേശിച്ച് അവിടുത്തെ മൃഗങ്ങളെ വേട്ടയാടിയവരെന്നാണ് കർണാടക ഫോറസ്റ്റുകാർ ഇപ്പം പറയുന്നത്. ചാമരാജ നഗറിലെ കാവേരി വന്യജീവി സങ്കേതത്തിലാണ് ഈ വെടിവെപ്പ് ഉണ്ടായത്. അവിടെ വേട്ടയാടാൻ വന്നവരെന്ന് പറയുന്ന 3 പേരെ, അത് ഹാനൂർ സ്വദേശികളാണ് അവർ. ആ 3 പേരെ ഫോറസ്റ്റുകാർ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. വൈൽഡ് ലൈഫ് ആക്ടിൻ്റെ പരിധിയിലാണ് ഈ വെടിവെച്ച് വീഴ്ത്തിയത് എന്നാണ് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. കാവേരി വന്യജീവി സങ്കേതം വളരെ കർണാടകയിലും ഇന്ത്യയിലും എല്ലായിടത്തും വളരെ ഫേമസ് ആണ്. ധാരാളം വന്യജീവികൾ അവിടെയുണ്ട്. മൃഗങ്ങളെ വേട്ടയാടിയവരെയാണ് തങ്ങൾ വെടിവെച്ച് കൊന്നത് എന്ന് അവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നുണ്ട്. ഏതായാലും ഭാനൂർ സ്വദേശികളായ അന്തോണി സ്വാമി, പീറ്റർ, കുമാർ, ഇവരെ 3 പേരെയാണ് നിഷ്കരണം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വെടിവെച്ച് കൊന്നത്. അവരെ കയ്യിൽ നിന്ന് മാനിറച്ചികളും ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. അവരെ ആയുധങ്ങളും ഫോറസ്റ്റുകാർ പിടിച്ചെടുത്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. എന്തായാലും ഈ മരണപ്പെട്ട ആൾക്കാരുടെ വീട്ടുകാർ അവിടെ ഫോറസ്റ്റ് ഓഫീസ് അടിച്ച് തകർക്കുകയും അത് നാശനഷ്ടപ്പെടുത്തുകയും ചെയ്തു. കാരണം അവിടുത്തെ ഗ്രാമത്തിലെ ആനൂർ ഗ്രാമത്തിൽ നിന്നുള്ള ആൾക്കാർ മുഴുവൻ ഈ ചാമരാജ നഗറിലെ ആ വന്യജീവി സംഘത്തിൽ വെടിയേറ്റ് മരിച്ചു കിടക്കുന്നിടത്തെത്തി. അതിനടുത്തുള്ള ഫോറസ്റ്റ് ഓഫീസുകളെ മുഴുവൻ അവർ അടിച്ച് തകർത്തു. അവരുടെ സഹോദരങ്ങളാണ് മരിച്ചു കിടക്കുന്നത്. ഈ സംഭവത്തോടനുബന്ധിച്ച് ഫോറസ്റ്റിന് ഈ രീതിയിൽ ആൾക്കാരെ വെടിവെച്ച് കൊല്ലാൻ അധികാരമുണ്ടോ? മനുഷ്യരെക്കാൾ വിലയുള്ളതാണോ മൃഗങ്ങൾ? അത് വ്യത്യസ്തമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അതുകൊണ്ട് ഫോറസ്റ്റ് നടപടിയെടുത്ത് അവരെ ചിലപ്പം വെടിവെച്ച് വീഴ്ത്തി പിടിച്ചേക്കാം. പക്ഷേ വെടിവെച്ച് കൊല്ലാൻ അവർക്ക് അവകാശമുണ്ടോ? അങ്ങനെ ഒരു വൈൽഡ് ലൈഫ് ഇന്ത്യയിൽ ഉണ്ടെന്ന് വൈൽഡ് ലൈഫ് ആക്ട് ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ പല സ്ഥലത്തും ഇതുപോലെ ആൾക്കാരെ വേട്ടയ്ക്ക് വരുന്ന മൃഗങ്ങളെ വെടിവെച്ച് പിടിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മനുഷ്യരെ കാലം എന്തായാലും മൃഗങ്ങൾക്ക്, ഏത് മൃഗമായാലും ശരി, വിലയില്ല. അതിനെ സംരക്ഷിക്കുന്ന നിയമങ്ങളൊക്കെ വൈൽഡ് ലൈഫ് ആക്ടിനകത്തുണ്ട്. പക്ഷേ ഒരു മനുഷ്യനെ അവർക്ക് പകരം വെടിവെച്ച് കൊല്ലാൻ പറ്റുമോ? ഏതായാലും കർണാടകയിലുണ്ടായ ഈ സംഭവത്തിന് തീർച്ചയായിട്ടും ചാമരാജ് നഗറിലെ പോലീസ് ഇതിന് കേസെടുക്കണം, മർഡർ കേസെടുക്കണം. വെടിവെച്ച് കൊന്ന ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യണം. ഏതായാലും ആനൂർ സ്വദേശികളുടെ ബോഡി അവർ ആ ഫോറസ്റ്റിൽ നിന്ന് മാറ്റാൻ സമ്മതിക്കുന്നില്ല. അവരെ ഫോറസ്റ്റ് ഓഫീസ് അടിച്ച് തറക്കുകയും ചെയ്തു. അവർ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലും ബോഡി കൊണ്ടുപോകത്തില്ല എന്നാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞത്. ഏതായാലും വലിയൊരു ലോ ആൻഡ് ഓർഡർ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം വ്യത്യസ്തമായിട്ട് ചിന്തിക്കുമ്പം ആ വൈൽഡ് ലൈഫ് ആക്ട്, പ്രൊട്ടക്ഷൻ ആക്റ്റൊക്കെ ഉണ്ടെങ്കിലും അവരെ വേട്ടയാടുന്ന ആരായാലും ശരി, അവിടെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരമൊന്നും ഫോറസ്റ്റുകാർക്കില്ല. അതുകൊണ്ട് ഈ വെടിവെച്ച് കൊന്ന ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായി ലോക്കൽ പോലീസ് കേസെടുക്കണം. അതേസമയത്ത് വന്യമൃഗ വേട്ടയ്ക്ക് വന്നവരെ 3 പേരെ കൊന്നെങ്കിലും ഒരാൾ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. അയാളുടെ പേരിൽ നടപടി എടുക്കുന്നതിന് നിയമ തടസ്സങ്ങളൊന്നും, അയാളുടെ പേരിൽ തീർച്ചയായിട്ടും നടപടി എടുക്കും എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും മൃഗങ്ങളെ വേട്ടയാടുന്നത് ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ പരിധിയിൽ ഉള്ള സ്ഥലങ്ങളിൽ. അതുകൊണ്ട് നിയമപരമായി അവർ ചെയ്യുന്ന പ്രവൃത്തികൾ നല്ല കാര്യം, വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. പക്ഷേ മനുഷ്യനെ വെടിവെച്ച് കൊല്ലാൻ അധികാരമുണ്ടോ എന്ന് ആലോചിക്കുമ്പോൾ അവർ മർഡർ കേസിൽ പ്രതികളാക്കി അവർക്കെതിരായിട്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും ഉത്തമം.